പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനം തിരുവചനത്തിൻ്റെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് വചന വായനയോടുകൂടി പ്രവേശിക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അധ്യായം 2 തിരുവചനങ്ങൾ 1 മുതൽ. എൻ്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷാപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണ മോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത്? എൻ്റെ പ്രിയ സഹോദരരെ, ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെ അല്ലേ? ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് പ്രത്യേകമായി ചിന്തിക്കുന്നത് ഒരു വിശുദ്ധനെ കുറിച്ചാണ്. 1495 പോർച്ചുഗലിൽ ജനിച്ച് 1550 സ്പെയിനിൽ മരിച്ച വിശുദ്ധനായ ജോണിനെ കുറിച്ച്. അദ്ദേഹം എല്ലാവരുടെയും ഇടയിൽ അറിയപ്പെടുന്നത് സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് എന്നാണ്. മാർച്ച് 8-ാം തീയതി അദ്ദേഹത്തിൻ്റെ തിരുനാള് തിരുസഭയിൽ ആഘോഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ജോൺ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധ പദവിയിലേക്ക് എത്തിയെന്ന് വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. 1886 ലെയോ 13 മാർപ്പാപ്പ അദ്ദേഹത്തെ രോഗികളുടെയും അതുപോലെ തന്നെ രോഗികളെ ശുശ്രൂഷിക്കുന്നവരുടെയും ഒക്കെ മധ്യസ്ഥനായി പ്രഖ്യാപിക്കുക. അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടത് 1690. അപ്പോൾ ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് അദ്ദേഹം നടന്നു കയറിയത് നമുക്കൊരു മാതൃകയായി ഇന്ന് ധ്യാനിക്കുവാൻ തിരുസഭാ മാതാവ് ആഗ്രഹിക്കുകയാണ്. സെൻറ്റ് ജോൺ ഓഫ് ഗോഡിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പോർച്ചുഗലിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും സ്പെയിനിലായിരുന്നു. എന്തുകൊണ്ടാണ് വിശുദ്ധൻ സ്പെയിനിൽ പ്രവർത്തിക്കാൻ ഇടയായത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 8 വയസ്സ് മാത്രമുള്ള സമയത്ത് സെൻറ്റ് ജോൺ ഓഫ് ഗോഡ്, ജോൺ എന്ന് പറയുന്ന ചെറിയ ബാലൻ തൻ്റെ സ്വദേശത്ത് നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വരികയാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പിന്നീടുള്ള പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ഒരു യഹൂദ കുടുംബ പശ്ചാത്തലമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ മതപരമായ എന്തോ കാരണങ്ങൾ കൊണ്ടാണ് ഈ ബാലന് അവൻ്റെ സ്വന്തം നാട് വിടേണ്ടി വരിക. അങ്ങനെ പോർച്ചുഗലിൽ ജനിച്ച ഇവൻ സ്പെയിനിലേക്ക് നാട് കടത്തപ്പെടുമ്പോൾ കേവലം 8 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ബാലൻ നാട് കടത്തപ്പെടുമ്പോൾ സ്പെയിനിൽ ഒരു കുടുംബം അവനെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അവനെ ഏറ്റെടുത്ത് അവനെ പഠിപ്പിച്ച് വളർത്തുമ്പോൾ അവൻ ക്രമേണ ഒരു ഇടയ ബാലനായി മാറുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ ആദ്യം ചെയ്ത ജോലി എന്ന് പറയുന്നത് ഒരു ഇടയൻ്റെ ജോലിയാണ്. ആടുകളെ മേയ്ക്കുന്ന ഇടയനായി അവൻ ജോലി ചെയ്തു. അവൻ്റെ ഈ ജീവിത കാലഘട്ടത്തിന് ശേഷം അവൻ തൻ്റെ കൗമാര കാലഘട്ടത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ വേരുകൾ അന്വേഷിച്ച് ഈ പോർച്ചുഗലിലേക്ക് പോകുന്ന രംഗം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. വിശുദ്ധൻ പോർച്ചുഗലിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയും. കാരണം ഒന്നാമതായിട്ട് അദ്ദേഹത്തെ ആരും അവിടെ തിരിച്ചറിയുന്നില്ല, അദ്ദേഹത്തെ ആരും മനസ്സിലാക്കുന്നില്ല. പിന്നീട് ആരോ ഒരാൾ, പ്രായമുള്ള ഒരു വൃദ്ധൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ട് ഈ മകൻ പോയ വിഷമത്തിൽ അമ്മ ഹൃദയം പൊട്ടി മരിച്ചുപോയ കഥയെ ഈ മകനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അവൻ്റെ പിതാവ് ഒരു ആതുരാലയത്തിൽ അനാഥനായി കഴിയുകയും അങ്ങനെ ജീവൻ വെടിയുകയും ചെയ്തു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ കൗമാര പ്രായത്തിൽ പോർച്ചുഗലിൽ ചെല്ലുന്ന വിശുദ്ധൻ പിന്നീട് ഒരു തീരുമാനമെടുക്കുകയാണ്, ഇനി ഞാൻ എൻ്റെ ദേശത്തേക്ക് തിരിച്ചു പോവുകയില്ല.
അനാഥത്വത്തിൻ്റെ ഭാരവും പേറിയാണ് വിശുദ്ധൻ അവിടെ നിന്ന് തിരികെ പോരുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധൻ്റെ ജീവിതം അനാഥത്വത്തിൻ്റെ വേദന നിറഞ്ഞതായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം പിന്നീട് തൻ്റെ ജീവിതത്തിൽ നടത്തിയ ആതുര ശുശ്രൂഷയുടെ മേഖലകളിൽ അദ്ദേഹം പുലർത്തിയ അനാഥരോടും പാവപ്പെട്ടവരോടും ആരുമില്ലാത്തവരോടും കാണിച്ച സ്നേഹത്തിൻ്റെ പിന്നിൽ അദ്ദേഹം അനുഭവിച്ച വേദനയുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വേദന നമ്മുടെ ജീവിതത്തിൻ്റെ വേദനയായി മാറണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവ പാഠമാകണമെന്ന് നമ്മൾ തിരിച്ചറിയുക. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമല്ലാതെ അവരുടെ ജീവിതത്തിൽ ഞാൻ കേൾക്കുന്ന കഥകളൊക്കെ അത് വെറും കെട്ടുകഥകളായി എനിക്ക് തോന്നുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ജോണിനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൻ്റെ സ്വന്തം ജോണിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച സഹനങ്ങൾ, ഒരു അനാഥൻ എന്ന നിലയിൽ ഒരു വേദനിപ്പിക്കപ്പെടുന്ന അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അത് രക്ഷാകരമായി ഏറ്റെടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ സഹനങ്ങൾ വരുമ്പോൾ അത് ദൈവ പദ്ധതിയുടെ ഭാഗമായി കരുതുകയും ദൈവം നമ്മളെ പ്രത്യേകമായി ക്ഷണിക്കുന്നതാണ് എന്ന്, ഒരു ശുശ്രൂഷയ്ക്കായി, ഒരു ദൈവികമായ കാര്യത്തിനായി ഒരുക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വളരുവാൻ വിശുദ്ധൻ നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. പിന്നീട് ഈ ആട്ടിടയൻ എന്നുള്ള ജോലി വിട്ടിട്ട് അദ്ദേഹം സൈന്യത്തിൽ ചേരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സ്പെയിനിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അദ്ദേഹം അങ്ങനെ സൈന്യത്തിൽ ചേർന്നു. സൈന്യത്തിൽ ചേർന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധൻ തൻ്റെ സൈന്യ ജീവിത കാലഘട്ടത്തെ, ആദ്യഘട്ടത്തെ സൂചിപ്പിക്കുന്നത് ഏറ്റവും ലജ്ജാകരമായ ജീവിത കാലഘട്ടമെന്നാണ്. ഏറ്റവും ലജ്ജാകരമായ ജീവിത കാലഘട്ടം. എന്തുകൊണ്ടാണ് വിശുദ്ധൻ അതിനെക്കുറിച്ച് അങ്ങനെ പരാമർശിക്കുന്നത്? അത് അദ്ദേഹം പറയുകയാണ്, അവിടെ കഴിക്കുവാൻ ആഹാരം പോലും ഇല്ലായിരുന്നു. ഈ സൈന്യത്തിലുള്ള ആളുകൾക്ക് ഭക്ഷിക്കുവാൻ ആഹാരം പോലുമില്ലാതെ അവരുടെ സൈന്യാധിപന്മാർ ഉൾപ്പെടെ മോഷണം നടത്തിയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലജ്ജാകരമായ ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. മറ്റുള്ളവനെ അപഹരിച്ച് ജീവിക്കുന്ന, സത്യസന്ധതയില്ലാത്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ജീവിതശൈലി. അതുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ഈ സെൻറ് ജോൺ ഓഫ് ഗോഡിന് സാധിക്കുന്നില്ല. ജോൺ എന്ന് പറയുന്ന ആ യുവാവ് അതിനെ എതിർക്കുന്നുണ്ട്, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പിന്നീട് അത്ര ലജ്ജാകരമായ ജോലി ആയതുകൊണ്ട് അവൻ അത് വിട്ടിട്ട് വീണ്ടും ഇടയ ജോലിയിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, സത്യസന്ധതയ്ക്ക് വേണ്ടി നിലകൊണ്ടവനാണ് ഈ വിശുദ്ധൻ. സത്യസന്ധത ജീവിതത്തിൽ കൈവഴിയാതിരുന്നു. ഈശോ പറയുന്നുണ്ട്, പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. കള്ളം പറയുമ്പോൾ, കള്ളത്തരം പ്രവർത്തിക്കുമ്പോൾ പിശാചിൻ്റെ മക്കളായി നിങ്ങൾ മാറുകയാണ്. വിശുദ്ധ ജോണിനെ സംബന്ധിച്ചിടത്തോളം ദൈവ മകനായിരിക്കുവാനുള്ള അഭിവാഞ്ചയും താല്പര്യവും വിശുദ്ധൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കൗമാര കാലഘട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവത്തിൻ്റെ മകനായിരിക്കാൻ, ദൈവത്തിൻ്റെ ജോണായിരിക്കാൻ, പിശാചിൻ്റെ മകനാകാതിരിക്കാൻ ജോണ് തനിക്കുണ്ടായിരുന്ന സൈനിക വൃത്തി ഉപേക്ഷിച്ച് ഇടയ ജോലിയിലേക്ക് തിരികെ പോന്നു. അങ്ങനെ ഇടയ ജോലിയിലായിരിക്കുന്ന സമയത്ത് ജോണിന് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഭവ പാഠങ്ങൾ കഴിഞ്ഞ സൈനിക വൃത്തിയുടെ കാലത്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അങ്ങനെ സൈനിക വൃത്തിയുടെ കാലത്ത് അദ്ദേഹത്തിന് ധാരാളം അറിവുകൾ നേടിയെടുക്കാൻ സാധിച്ചതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി കൂടുതൽ യാത്ര ചെയ്യാനും കൂടുതൽ അനുഭവം സമ്പാദിക്കുവാനും വേണ്ടിയിട്ട് സൈന്യത്തിൽ വീണ്ടും ചേരുന്നത് നല്ലതാണ്. കാലഘട്ടത്തിൽ അല്പവും കൂടെ ദൂരേക്ക് അദ്ദേഹത്തിന് യുദ്ധത്തിനായിട്ട് പോകേണ്ടി വന്നു. അവിടെ യുദ്ധത്തിൽ സ്പെയിൻ വിജയിക്കുകയും അങ്ങനെ സൈന്യം വിജയം നേടിയ ശേഷം ആ സൈനികമായ വൃത്തിയിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് പോകേണ്ടി വരികയും ചെയ്യുകയാണ്. പ്രിയമുള്ളവർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ പിന്നീട് ആതുര ശുശ്രൂഷയ്ക്കായിട്ട് തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ അനേകം കിലോമീറ്ററുകൾ കാൽനടയായി യാത്ര ചെയ്ത് വേണമായിരുന്നു ആഹാരം സമ്പാദിക്കുവാൻ, മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുവാൻ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പരിശീലനത്തിൻ്റെ നാളായി ഈ പറയപ്പെടുന്ന സൈനിക വൃത്തിയുടെ രണ്ടാം ഘട്ടത്തെ വിശുദ്ധൻ്റെ ജീവിതത്തെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. വിശുദ്ധൻ്റെ ജീവിതത്തിൽ വിശുദ്ധൻ ഇങ്ങനെ അനേകം കിലോമീറ്ററുകളൊക്കെ യാത്ര ചെയ്ത് പരിശീലനം ലഭിച്ച ഒരു വ്യക്തിയായതുകൊണ്ട്, അങ്ങനെ അനുഭവ സമ്പത്ത് നേടിയ ഒരു വ്യക്തിയായതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പിന്നീട് അദ്ദേഹം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. വിശുദ്ധൻ്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും വിശുദ്ധൻ ദൈവികമായ ശുശ്രൂഷകളോ ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടമായിട്ട് കാണുകയാണ്. പിന്നീട് അദ്ദേഹം ഈ ജോലി അവസാനിച്ചതുകൊണ്ട് മറ്റൊരു ജോലി അന്വേഷിച്ച് നോർത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയാണ്.
അവിടുത്തെ ജോലി എന്ന് പറയുന്നത് കടൽ തീരത്ത് വലിയ മതിലുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. കടൽ കൊള്ളക്കാരെ ഭയപ്പെട്ടുകൊണ്ട് ആളുകൾ കഴിയുന്ന കാലഘട്ടത്തിൽ അവരിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി വലിയ കോട്ടകൾ പണിതുയർത്തുകയാണ്. അപ്പോൾ വളരെ കഠിനാധ്വാനമുള്ള ജോലിയാണ്. അവിടെയുള്ള ആളുകളൊക്കെ വളരെയധികം പോരായ്മകളുള്ളവരാണ്. ക്രൂരമായി പെരുമാറുന്നു, വളരെയധികം സ്നേഹമില്ലാതെ അദ്ദേഹത്തോട് ഇടപെടുന്നു. അതൊന്നും അദ്ദേഹം കാര്യമാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിൽ നടത്തിയ ഒരു കപ്പൽ യാത്ര അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറുകയാണ്. എന്താണ് ആ കപ്പൽ യാത്രയുടെ പ്രത്യേകത? അദ്ദേഹം കപ്പൽ യാത്ര നടത്തുമ്പോൾ ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു പോർച്ചുഗീസ് രാജകൊട്ടാരത്തിലെ ശുശ്രൂഷകനായിരുന്ന ജോലിക്കാരനായിരുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിലെ ജോലി ഉപേക്ഷിച്ച് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, 4 മക്കളുണ്ട്. ഈ 4 മക്കളെയും കുടുംബത്തെയും പോറ്റുവാനുള്ള തൻ്റെ അധ്വാനത്തിന് വേണ്ടിയുള്ള ചിന്തയിലാണ് ഈ മനുഷ്യനായിരിക്കുക. കാരണം രാജകൊട്ടാരത്തിലെ ജോലി അദ്ദേഹത്തിൻ്റെ ചില നന്മകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വരുന്നത്. രാജാവുമായിട്ടുള്ള ചില സംഘടനകളുടെ പരിണത ഫലമായി അദ്ദേഹത്തിന് ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നു. അദ്ദേഹം ഇങ്ങനെ എന്ത് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് യാത്ര ചെയ്യുകയാണ്. കാരണം അദ്ദേഹത്തിന് ജോലി ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. കാരണം രാജകൊട്ടാരത്തിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് ഈ മനുഷ്യൻ ചെയ്യുന്നത് പോലെ, ജോൺ ചെയ്യുന്നത് പോലെ ചെറിയ ജോലികൾ ചെയ്യാൻ, അതായത് ഈ കഠിനമായ ജോലി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കഠിനമായ ജോലിയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പം അങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്ന ഈ മനുഷ്യനോട് ജോൺ പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചെലവിലേക്ക് ഞാൻ സംഭാവന ചെയ്യാം. അങ്ങനെ ജോണിൻ്റെ ജോലിയിൽ നിന്നുള്ള സമ്പാദ്യം ഈ മനുഷ്യനുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇയാൾ ഒരു കാലഘട്ടത്തിൽ ധനാഢ്യനായി ജീവിച്ച മനുഷ്യനാണ്. ഇയാളുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് തരം താണ് പോകുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിന് ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ ജോണ് ആ ജീവിതത്തിൽ സഹായമായി മാറുകയാണ്. പിന്നീട് നമ്മൾ വിശുദ്ധൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. വിശുദ്ധ ജോൺ ഓഫ് ഗോഡ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ശുശ്രൂഷ ധാരാളം ചെയ്യുന്നുണ്ട്. കാരണം യാചിക്കാൻ നാണം വരുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ. ഒരിക്കൽ സമ്പാദ്യമുള്ളവരായിരുന്നു, ഒരിക്കൽ പണമുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് ദാരിദ്ര്യത്തിലേക്ക് പോയപ്പോൾ ആരോടെങ്കിലും ചോദിക്കാൻ പോലും മടിയാണ്. ഒരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് നാണമുള്ള മനുഷ്യൻ. അങ്ങനെ ജീവിക്കുന്ന അനേകം പേരെ വിശുദ്ധൻ തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ കണ്ടുമുട്ടുകയാണ്. അവരുടെ ജീവിതത്തിലേക്ക് സഹായവുമായി വിശുദ്ധൻ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ സെൻറ്റ് ജോൺ ഓഫ് ഗോഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രവർത്തനത്തിൻ്റെ ഒരു ആരംഭം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സംഭവത്തെ പറയാൻ വേണ്ടി സാധിക്കും. പിന്നീട് ഈ മനുഷ്യൻ, സെൻറ്റ് ജോൺ ഓഫ് ഗോഡിൻ്റെ സഹായം ലഭിച്ച ആ മനുഷ്യൻ രാജകൊട്ടാരത്തിൽ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്നതൊക്കെ ഈ കഥയുടെ ഭാഗമായി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ നോർത്ത് ആഫ്രിക്കയിലെ ജോലിക്ക് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ച് ഈ പറയുന്ന സ്പെയിനിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ സ്പെയിനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള പുതിയൊരു മാർഗം കണ്ടെത്തണം. പഴയ പോലെ വലിയ ജോലികൾക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം ഒരു ബുക്ക് സെല്ലറായി മാറുകയാണ്. അങ്ങനെ ബുക്കുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ഒരു വ്യക്തിയായി ഈ ജോൺ മാറി. അങ്ങനെ ജോണിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കുറേ നാളുകൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു. അതിനുശേഷം ഈ സ്പെയിനിലെ ഗ്രനാഡ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു സെറ്റിൽമെൻറ്റ് നടത്തുകയാണ്. അങ്ങനെ സെറ്റിൽമെൻറ്റ് നടത്തി അദ്ദേഹം അവിടെ സമാധാനപൂർണ്ണമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സമാധാനപരമായി അദ്ദേഹത്തിൻ്റെ മനസ്സിന് ആയിരിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് സംഭവിച്ചത്? അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അവിടെ കണ്ടുമുട്ടിയ പാവപ്പെട്ടവരുടെ മുഖമൊക്കെ അയാളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ സ്വസ്ഥമായി തൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും വിശുദ്ധന് അങ്ങനെ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, സ്വസ്ഥമായി ഇരിക്കാനുള്ള എല്ലാ സാഹചര്യം ഉള്ളപ്പോഴും സ്വസ്ഥമാകാൻ പറ്റാത്ത ഒരു മനസ്സ് ഈ ജോണിൽ രൂപപ്പെടുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു അനിവാര്യതയാണ്. ചുറ്റുപാടുകളിൽ നമ്മൾ അനേകം പേരെ ആവശ്യമുള്ളവരായി കാണുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കംഫർട്ട് സോണുകളിൽ കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ജോണിൻ്റെ ജീവിതത്തിൽ അങ്ങനെ കംഫർട്ട് സോണിൽ കഴിയാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പാവപ്പെട്ടവനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായി തുടങ്ങി. ഇങ്ങനെയുള്ള ചിന്തയുമായിട്ട് നടക്കുന്ന സമയത്താണ് ആ കാലഘട്ടത്തിൽ സ്പെയിനിലെ ഏറ്റവും വലിയ വിശുദ്ധനാണ് സെൻറ്റ് ജോൺ ഓഫ് ആവിലയിലെ വിശുദ്ധ ജോൺ. ഇദ്ദേഹവുമായിട്ട് പരിചയപ്പെടാൻ ഇടയായി.
ആ പരിചയം ഈ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ചില നീക്കങ്ങളിൽ അദ്ദേഹത്തിന് സഹായമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജോൺ ഓഫ് ആവിലയെ കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം അരങ്ങേറുകയാണ്. അതായത് നഗരത്തിലെ ഒരു ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിന് ഈ ജോൺ ഓഫ് ഗോഡ് പോവുകയാണ്. അങ്ങനെ ജോൺ ഓഫ് ഗോഡ് പോയി അവിടെ ഇരുന്ന് ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം ഈ മനുഷ്യനെ സ്വാധീനിച്ചു. പെട്ടെന്ന് തന്നെ ഇയാൾ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. ദൈവിക വചനം തൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സാധാരണ മേഖലകളിൽ എങ്ങനെ പ്രവർത്തിച്ചു, സെബസ്ത്യാനോസിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ ആവിലയിലെ വിശുദ്ധ ജോൺ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കേൾവിക്കാരനായ നമ്മുടെ സെൻറ്റ് ജോൺ ഓഫ് ഗോഡിന് ചില മാനസികമായ വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ കാണിക്കുകയാണ്. ആളുകളെല്ലാം ഭയപ്പെടാൻ തുടങ്ങി. ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്? ശാന്തനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഇയാളെ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതാ നോക്കുമ്പോൾ ഇയാൾ ഒരുതരം പ്രേതബാധ ഏറ്റതുപോലെ പെരുമാറാൻ തുടങ്ങുന്നു. അങ്ങനെ കാറുന്നു, കൂവുന്നു, ആളുകളെല്ലാം ഇയാളെ ശ്രദ്ധിക്കുന്നു, വലിയ ശബ്ദമുണ്ടാകുന്നു. അങ്ങനെ ജോൺ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ജോൺ അവിടെയും ഇത് തുടരുകയാണ്. ഈ വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ തുടരുകയാണ്. വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ തുടർന്നു നിന്നപ്പോൾ ഈ പ്രസംഗത്തിന് ശേഷം അല്ലെങ്കിൽ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഈ പറയുന്ന ആവിലയിലെ വിശുദ്ധ ജോൺ ഇവനെ സഹായിക്കുന്നുണ്ട് അതിൽ ഒന്ന് ശാന്തനാകാൻ വേണ്ടി. അല്പസമയത്തേക്ക് ശാന്തത ഉണ്ടായെങ്കിലും ആ ശാന്തത അധിക സമയത്തേക്ക് നീളുന്നില്ല. വീണ്ടും ഇവൻ ഈ വിഭ്രാന്തികൾ കാണിക്കുമ്പോൾ അവിടെയുള്ള കുറച്ച് നല്ല മനുഷ്യർ ഇവനെ പിടിച്ചുകൊണ്ട് പോയി അവിടെയുള്ള ഒരു ആശുപത്രിയിലാക്കുകയാണ്. ആ ആശുപത്രിയുടെ പേര് റോയൽ ഹോസ്പിറ്റൽ എന്നാണ്. റോയൽ ഹോസ്പിറ്റൽ അങ്ങനെ രാജാവിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ പണിതുയർത്തപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ റോയൽ ഹോസ്പിറ്റൽ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് അവിടെ അംഗമായി മാറുമ്പോൾ അവൻ കാണുന്നത് അതിക്രൂരമായ പീഡനത്തിൻ്റെ, മാനസികമായ വൈകല്യമുള്ളവരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ രംഗങ്ങളാണ്. അകമേ ശുചിത്വമില്ലാത്ത അവസ്ഥകൾ, വേണ്ടത്ര ശുശ്രൂഷ ലഭിക്കാത്ത മേഖലകൾ, ഇതെല്ലാം അവിടെയുണ്ട്. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുടെ നടുവിലാണ് ഈ ജോണിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജോൺ ഇതെല്ലാം കാണുന്നു. പാവപ്പെട്ടവരോട് കാണിക്കുന്ന അവഗണന, മനുഷ്യൻ്റെ മഹത്വത്തിന് വില നൽകാത്ത പ്രവർത്തനങ്ങൾ, മനുഷ്യൻ്റെ മഹത്വത്തിന് വില നൽകാത്ത പ്രവർത്തനങ്ങൾ ജോണിനെ അസ്വസ്ഥപ്പെടുത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോണിൻ്റെ അസുഖം മാറുമ്പോൾ ജോണിൻ്റെ ജീവിതത്തിൽ ജോൺ കാണിച്ച വിഭ്രാന്തിയുടെ ലക്ഷണങ്ങളെല്ലാം മാറി ജോൺ പുറത്തേക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഇറങ്ങി നടക്കാൻ തുടങ്ങുമ്പോൾ ജോണിൻ്റെ ജീവിതത്തിലെ മറ്റൊരു അസ്വസ്ഥത എന്ന് പറയുന്നത് മനുഷ്യരോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള അവഗണനയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അതായത് ആതുര ശുശ്രൂഷയുടെ മേഖലകളിൽ കാണിക്കുന്ന അതിക്രൂരമായ പ്രവർത്തന ശൈലികൾ. രോഗികളെ വേണ്ട വിധം ശുശ്രൂഷിക്കുന്നില്ല, രോഗികൾക്ക് വേണ്ട വിധം ഭക്ഷണം കൊടുക്കുന്നില്ല, രോഗികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവരുടെ അസ്വസ്ഥതകളുടെ മേഖലകളിൽ അവർക്ക് ആശ്വാസം പകരുന്നില്ല. ജോൺ അവിടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഇവരെ മർദ്ദിക്കുന്നതിനും ഇങ്ങനെ ഇവരെ ശിക്ഷിക്കുന്നതിനും പകരം അല്പം ആശ്വാസം അവർക്ക് പകർന്നു കൊടുത്തുകൂടെ എന്നൊക്കെ ജോൺ ചോദിക്കുന്നുണ്ട്. പിന്നീട് ജോൺ ഈ റോയൽ ഹോസ്പിറ്റലിൻ്റെ ഇടുങ്ങിയ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജോണിൻ്റെ മനസ്സിൽ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ പാവപ്പെട്ട മാനസികമായി വിഷമത അനുഭവിക്കുന്ന ആരോരുമില്ലാത്ത ആളുകൾക്ക് ഒരാശ്രയ സങ്കേതം ഒരുക്കുക. അതിനു വേണ്ടിയിട്ട് ജോൺ തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോൺ ശരിക്കും ക്രിസ്തുബാധയേറ്റ മനുഷ്യനാണ്. നമ്മൾ പലപ്പോഴും പ്രേതബാധയായിട്ടാണ് ഈ മനുഷ്യൻ്റെ പ്രവർത്തനത്തെ കാണാൻ സാധ്യത. ഇങ്ങനെ വിഭ്രാന്തി കാണിക്കുന്നു, ഇങ്ങനെ ആക്രമണ സ്വഭാവം കാണിക്കുന്നു എന്നൊക്കെ തോന്നുമ്പോൾ അത് പ്രേതബാധയാണോ എന്ന്, അല്ലെങ്കിൽ മാനസികമായ രോഗമാണോ എന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് മാനസികമായ രോഗമല്ല, ഇത് പ്രേതബാധയല്ല, ഇത് ക്രിസ്തുബാധയാണ്. ക്രിസ്തുവിൻ്റെ വചനം അവനെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ വചനം അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ പ്രവർത്തനത്തിലേക്ക് അവനെ നയിക്കുകയാണ്. അങ്ങനെ അവന് ഗ്രനാഡയിൽ ഒരു ആശ്രയ സങ്കേതം ആരംഭിക്കുകയാണ്. ഹോസ്പിറ്റലർ ബ്രാദേഴ്സിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ ഭവനമായി വേണമെങ്കിൽ നമുക്കതിനെ കാണാം. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ബ്രദർഹുഡ്, ഈ സെൻറ്റ് ജോൺ ഓഫ് ഗോഡിൻ്റെ നേതൃത്വത്തിലുള്ള ശുശ്രൂഷകർ ഒന്നിച്ചേർന്ന ഒരു സന്യാസ സഭ പോലെ ആരംഭിക്കുന്നതൊക്കെ. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ സെൻറ്റ് ജോൺ ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനത്തിൽ
ഇങ്ങനെ പാവപ്പെട്ടവരെ ഒന്നിച്ചു ചേർത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കുകയാണ്. അവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഓരോ വ്യക്തിക്കും വ്യക്തിപരമായ ശ്രദ്ധ കൊടുത്തു, പ്രൈവറ്റ് ആയിട്ടുള്ള ജീവിതത്തിൻ്റെ അവസ്ഥ കൊടുത്തു. അല്ലാതെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരേ രീതിയിൽ ഇട്ട് ശുശ്രൂഷിക്കുന്ന ഒരു രീതി അല്ലായിരുന്നു. മറിച്ച് ഓരോരുത്തർക്കും പ്രത്യേകമായ രീതിയിൽ ശ്രദ്ധ കൊടുത്ത്, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുത്ത്, അവർക്ക് നല്ല ആഹാരം കൊടുത്ത്, അവർക്ക് ആവശ്യമായ മരുന്ന് കൊടുത്ത്, അവരെ സന്ദർശിച്ച് അവരോട് സംസാരിച്ച്, അങ്ങനെ വളരെയധികം ശ്രദ്ധ ഓരോ വ്യക്തിക്കും കൊടുക്കുന്ന ഒരു ശുശ്രൂഷയായി ഈ സെൻറ് ജോൺ ഓഫ് ഗോഡ് ആ ശുശ്രൂഷയെ മാറ്റുകയാണ്. ആതുര ശുശ്രൂഷയുടെ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സെൻറ് ജോൺ ഓഫ് ഗോഡ് വലിയൊരു മാതൃകയാണ്. അത് ഒരുമിച്ചിട്ട് എല്ലാവരെയും, ഇങ്ങനെയുള്ളവർക്ക് മാനസികമായ വൈകല്യമുള്ളവർക്ക് അവർക്കറിയത്തില്ലല്ലോ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് അവരോട് എന്തും ആകാം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തന ശൈലി പോലും നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് വളർന്നു വരുമ്പോൾ സെൻറ് ജോൺ ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷ ഒരു വെല്ലുവിളിയാണ്. യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ അവർക്ക് വ്യക്തിപരമായ ശുശ്രൂഷ കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അങ്ങനെ വ്യക്തിപരമായ ശുശ്രൂഷ കൊടുത്തുകൊണ്ട് ആ രോഗികളെ അദ്ദേഹം പരിപാലിച്ച് കൊണ്ടുപോകുമ്പോൾ അനേകർ അദ്ദേഹത്തിന് സഹായവുമായിട്ട് വരുന്നുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സെൻറ് ജോൺ ഓഫ് ഗോഡിൻ്റെ കൈകളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുകയാണ്. അദ്ദേഹം തെരുവുകളിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു നടന്നു, പാവപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ സഹായം ചെയ്യുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭിക്ഷാടനം അദ്ദേഹം നടത്തി. വലിയ വലിയ ആളുകൾ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്, വലിയ വലിയ സമ്പാദ്യമുള്ളവർ അദ്ദേഹത്തിന് അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം നിരന്തരം ജാഗ്രത പുലർത്തിക്കൊണ്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന പണമൊന്നും അദ്ദേഹം മറ്റു രീതിയിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ മാറ്റിക്കളയുന്നതോ ആക്കി തീർക്കുന്നില്ല. അദ്ദേഹം എപ്പോഴും പാവപ്പെട്ടവർക്ക് നൽകുവാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അദ്ദേഹം അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എല്ലാവരും ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവനാമത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ മറ്റൊരു കാര്യമാണ്, കൊടുക്കുന്നവൻ വാങ്ങുന്നവനേക്കാൾ വിലപ്പെട്ടവനാണ്. കൊടുക്കുന്നവൻ വാങ്ങുന്നവനേക്കാൾ വിലപ്പെട്ടവനാണ്. അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത് വലിയവരാകുക, ദൈവസന്നിധിയിൽ വലിയവരാകുക. അങ്ങനെ ദൈവത്തെ പ്രതി നിങ്ങൾ കൊടുക്കുക എന്ന് വിളിച്ചു പറഞ്ഞ് തെരുവിൽ കൂടെ നടന്ന മനുഷ്യനെ ആളുകൾ വിളിച്ചു ജോൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ജോൺ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ പേരാണ് പിന്നീട് ആ കാലഘട്ടത്തിൽ സഭയും അദ്ദേഹത്തിൻ്റെ സമൂഹവും അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നത്. ജോൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന നാമം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ നാമമാക്കി മാറ്റി. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ദൈവത്തെ പ്രതി തൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്തവൻ ജോൺ ഓഫ് ഗോഡ് എന്ന നാമത്തിന് അർഹനായി തീരുകയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജോൺ. ഈ ജോണിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം കാണിച്ച ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ വചനം അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വജീവൻ പണയം വെച്ച് പോലും അദ്ദേഹം മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിച്ചു എന്നുള്ളതാണ്. ഈ റോയൽ ഹോസ്പിറ്റലിൽ ഒരിക്കൽ വലിയ തീപിടുത്തം നടക്കുമ്പോൾ അദ്ദേഹം പാഞ്ഞു ചെന്ന് അവിടെ നടക്കാൻ പറ്റാതെ രോഗത്തിൻ്റെ മേഖലയിൽ കിടക്കുന്ന ആളുകളെ, അഗ്നിക്കിരയാകാൻ സാധ്യതയുള്ളവരെ ധീരമായിട്ട് രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും അദ്ദേഹം വിറക് ശേഖരിക്കാൻ മറ്റു പല ആളുകളുടെയും കൂടെ പോകുമ്പോൾ തണുത്തുറഞ്ഞ ഐസിൻ്റെ ഉള്ളിൽ വീണുപോകുന്ന, വെള്ളത്തിൽ വീണുപോകുന്ന ഒരു ബാലനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന് അതിശൈത്യമേൽക്കാൻ ഇടയാവുകയും പിന്നീട് രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ തള്ളിയിടുകയും ചെയ്തത്. അങ്ങനെ അതിശൈത്യത്തിൻ്റെ നാളുകളിൽ അദ്ദേഹം രോഗബാധിതനായി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം അദ്ദേഹം രോഗബാധിതനായി കിടന്ന് ആതുര ശുശ്രൂഷ ആലയത്തിൽ ശാന്തമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. പ്രിയപ്പെട്ടവരെ, സ്വജീവൻ പോലും സഹോദരങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കുവാൻ മനസ്സുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വന്തം ജോൺ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തമാകാൻ പാവപ്പെട്ടവരുടെ പക്ഷം ചേരാൻ സാധിക്കട്ടെ. നമ്മളിന്ന് വായിച്ചു കേട്ട വചനത്തിലെ പോലെ പാവപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖമായി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ നമുക്ക് മുഖം തിരിക്കാതിരിക്കാം. ദൈവത്തിൻ്റെ മുഖമാണ് പാവപ്പെട്ടവനുള്ളതെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഇദ്ദേഹത്തെ പോലെ തീഷ്ണതയോടുകൂടി അനേകം പാവപ്പെട്ടവരെ, അർഹരായവരെ സഹായിക്കാനുള്ള തീഷ്ണത ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ വഴികളിൽ ഞങ്ങൾക്ക് കൂടുതൽ തീഷ്ണത നൽകണമേ. പാവപ്പെട്ടവരോടൊപ്പമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ അവരെ കണ്ട് മുഖം തിരിച്ചു കളയാതെ അവരെ ആത്മാർത്ഥമായി സഹായിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.